കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ, അനാമയ്ക്കാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. അച്ഛൻ പറഞ്ഞു അവളുടെ കൈയും കാലും തല്ലി ഒടിച്ചെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കാഴ്ച ഒന്ന് പോയി കാണണമല്ലോ. അവൾക്കിട്ടൊരു പണി കൊടുക്കുകയും ചെയ്യണം. ആ ഒരു കാഴ്ച ഒന്ന് കണ്ടാലേ തന്റെ മനസ്സിൻ്റെ ഒരു സമാധാനം ആവുള്ളൂ എന്നൊക്കെ ഓർത്തോണ്ട് അനാമിക നേരെ രേവതിയുടെ അടുത്തേക്ക് എന്നിട്ട് അതെ അപ്പം ഞാനിപ്പം വരാം, ഞാൻ പുറത്തു വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയാം. അല്ല മോളിത് എങ്ങോട്ട് പോവാ, ഞാനിപ്പം തന്നെ വരാം അമ്മയെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി അനാമി അങ്ങോട്ട് പോവാണ്. അവളെ കാണണം. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് അനാമി ആ കാഴ്ച കാണുന്നത്. അനാമി ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച. നന്ദു സ്കൂട്ടിയും കൊണ്ട് അതിലൂടെ അങ്ങോ വരുവാണ്. പെട്ടെന്ന് അനാമി ഓർത്ത് ഇത് നന്ദു അല്ലേ, അപ്പൊ ഇവളുടെ കൈയും കാര്യമല്ലേ അച്ഛൻ തല്ലി ഒടിച്ചെന്ന് പറഞ്ഞേ, ഇവളെ കാണാനല്ലേ താൻ പോണേ. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊരു ചിന്ത പെട്ടെന്ന് അനാമിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അനാമികനെ നന്ദുവും കണ്ടു. നന്ദു പെട്ടെന്ന് സ്കൂട്ടി അങ്ങോട്ട് സൈഡ് ഒതുക്കി അങ്ങ് നിർത്തി. പിന്നീട് അനാമിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അനാമി ചോദിച്ചു, അല്ല നിനക്കൊന്നും പറ്റിയില്ലെന്ന് ചോദിക്കുവാണ്. എന്ത് പറ്റാൻ? ഓ അപ്പൊ അതാണ് കാര്യം. ഇനിയിപ്പം എനിക്ക് എന്തെങ്കിലും പറ്റുമോന്ന് അറിയാൻ വേണ്ടി നീ വന്നായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിന്റെ അച്ഛനോ നീയും കൂടെ അല്ലെങ്കിൽ മിക്കവാറും നീ പറഞ്ഞു വിട്ട ഗുണ്ടകളായിരിക്കുമെന്ന്. കുറച്ചുമ്പോ എന്നെ കുറച്ച് ഗുണ്ടകൾ തല്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. അവന്മാരെ ഞാൻ കണ്ട വഴി ഓടിച്ചിട്ടുണ്ട്. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? അതെ നിന്റെ ഗുണ്ടകള് എന്നെ തല്ലാൻ വന്നിട്ട് ഞാൻ തല്ലും കൊണ്ട് അവിടെ ഇരിക്കുന്നോ? അതൊക്കെ വെറും തോന്നൽ മാത്രല്ല അനാമികെ. നിനക്ക് എന്തറിയാം, ഒന്നുമല്ലെങ്കിലും നിന്നെ അന്ന് ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഞാനാ. ആ ഒരു ഓർമ്മ നിനക്കില്ലേന്ന് ചോദിക്കുക. അന്ന് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന നീ കണ്ടതല്ലേന്ന് ചോദിക്കുകയാണ്. ഇതേ വന്ന നിന്റെ ഗുണ്ടകളൊക്കെ എന്താണ് കണ്ട വഴി ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, അച്ഛനും മോളും കൂടെ ഇനി എനിക്ക് പറ്റുന്ന വേറെ ഏതെങ്കിലും ഗുണ്ടകളുണ്ടോ നോക്ക്, എന്നിട്ട് അവരെ പോയി പറഞ്ഞു വിടാൻ പറയാണ്. ഇതേ പിന്നെ പറഞ്ഞു വിടുമ്പോ അത്യാവശ്യം നല്ല ആൾക്കാരെ തന്നെ പറഞ്ഞു വിടണം. ഇതേ വെറുതെ നാണം കെടാനായിട്ട് കയ്യിലിരിക്കുന്ന പണവും പോവും. ഇത് കേട്ടോ അനാമികയുടെ മുഖം കാണും. അനാമിക പെട്ടെന്ന് അതെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളാരും പറഞ്ഞു വിട്ടിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ടോ നന്ദു പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. നിന്റെ ആ നോട്ടവും ഭാവം നിപ്പും മട്ടവും കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും ഞാൻ അനിയുടെ പുറകെ എപ്പോഴും നടക്കുമെന്ന്. അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ ആ എന്തെങ്കിലും മനസ്സിൽ നിർത്തി കളഞ്ഞേരെ. ഞാൻ ആരുടെ പുറകെ മുമ്പേ ഒന്നും നടക്കുന്നില്ല, പറഞ്ഞു കേട്ടല്ലോ. പിന്നെ എനിക്കെതിരെ എന്തേലും ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്കെതിരെ മാത്രമല്ല എൻ്റെ ചേച്ചിമാരെ തൊട്ടിട്ടുണ്ടോ ഞാൻ വെറുതെ ഇരിക്കില്ല. ഇത്രയും നാൾ നീ ചെയ്തൊക്കെ ഞാൻ സഹിച്ചു, പക്ഷെ ഇനി ഞാൻ സഹിക്കില്ല അനാമികെ. എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ അല്ല എൻ്റെ ചേച്ചിമാരെ തൊട്ട നീ വിവരം അറിയൂന്ന് പറയാണ്. ഈ നന്ദു ആരാ നീ അറിയൂന്ന് പറയാം. അനാമിക പറഞ്ഞു, ഒന്ന് പോടി അവിടുന്ന്, നീ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക. എന്ത് ചെയ്യാന്ന് കാണിച്ചാലാം, ഇപ്പൊ കാണിച്ചാണോന്ന് ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സ്കൂട്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുവാണ് നന്ദു. അതൊരിക്കലും അനാമിക പ്രതീക്ഷിച്ച കാര്യമല്ല. അനാമിക ഒരടി പിന്നോട്ട് അങ്ങോട്ട് മാറി. അനാമിക തോന്നി ഇവള് തന്നെ തല്ലൂന്നുള്ളത്. ഇതേ ഇത് അവസാനത്തെ വാണിങ്ങ, ഇനിയൊന്നും ഉണ്ടാകത്തില്ല. നീയാണ് അവിടെ നാടകം കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പായസത്തിനകത്ത് എന്തൊക്കെയോ കലക്കി കൊടുത്തു. അത് മാത്രമല്ല എന്റെ ചേച്ചിയുടെ വയറ്റി വളർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമം നടത്തിയത് നീയാന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേങ്കിലുണ്ടല്ലോ ഇനി മേലാല് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീയും നിന്റെ അച്ഛനെ അമ്മേനെ എല്ലാം വേരോടെ ഞാൻ പിഴുതെറിയും. പറഞ്ഞു കേട്ടല്ലോ, അന്ന് നീ കൊണ്ടിരുന്ന ഗുണ്ടകളൊന്നും അതിന് തികയത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമികയ്ക്ക് വല്ലാത്ത ടെൻഷനായി. പിന്നീട് അനാമിക ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നാണം കെട്ട് അങ്ങോട്ട് പോരുവാണ്. നന്ദു അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നീട് കട്ട കലിപ്പോട് കൂടിയിട്ടാ അനാമിക വീട്ടിലേക്ക് വരുന്നേ. വീട്ടിലേക്ക് വന്ന് ദേഷ്യത്തിന് വന്ന് കയറിയപ്പോൾ രേവതി ചോദിച്ചു, എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കും. കുന്തം ഇനിയിപ്പോ എന്ത് പറ്റാനാന്ന് ചോദിക്കും. എന്താ മോൾ എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്തിയെ അച്ഛൻ എന്തിയെന്ന് ചോദിക്കണം. അച്ഛനകത്തുണ്ട്. നേരെ അങ്ങോട്ട് പാഞ്ഞു കയറി ചെല്ലുവാണ്. ഒരു കൊടുങ്കാറ്റ് പോലെ അനാമിക വരുന്ന കണ്ടപ്പോ തന്നെ വേണുവിന് മനസ്സിലായി അവള് സംഗതികളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അല്ല അച്ഛൻ എന്താന്നാ പറഞ്ഞേ? ഗുണ്ടകള് ആ നന്ദുന്റെ കൈയും കാലും തല്ലി ഒടിച്ചെന്നോ? അച്ഛന് നാണമില്ല അച്ഛൻ എങ്ങനെ പറയാനെന്ന് ചോദിക്കും. അല്ല അത് പിന്നെ മോളെ ഞാൻ കൂടുതലൊന്നും പറയണ്ട. അല്ലെങ്കിലും അച്ഛനെ കൂടെ എന്തിനേലും കൊള്ളാവോ? ഇവിടെ ഇരുന്ന് കുറെ തിന്നു മുടിപ്പിക്കാനല്ലാതെ കുറെ കടം മേടിച്ച് വലിച്ചു കൂട്ടി അങ്ങോട്ട് വെക്കും. അച്ഛൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിന് ഞാനെന്ത് തെറ്റ് ചെയ്യുന്ന? അച്ഛനല്ല ഗുണ്ടകളെ ഏർപ്പാടാക്കിയത്. അത് പിന്നെ അവളോട് ഏറ്റുമുട്ടി കഴിഞ്ഞപ്പോ തന്നെ അവന്മാർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അവന്മാർ ഓടിയെന്ന് പറയാ. അച്ഛാ ഏർപ്പാടാക്കുമ്പോ ഇച്ചിരി നല്ലവന്മാരെയൊക്കെ ഏർപ്പാടാക്കണ്ടേ? തൊട്ടാൽ ഇങ്ങനെ ഓടുന്ന ടൈപ്പുകളെ ഏർപ്പാടാക്കിയിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കാം. അല്ലെങ്കിലും അച്ഛൻ കാരണം എന്ത് എല്ലാത്തിനും ഞാൻ നാണം കിട്ടിയിട്ടുള്ളൂ. അച്ഛനെ ഈ കടങ്ങളെല്ലാം വരുത്തി വെക്കുന്നത്. എൻ്റെ മോളെ അതെ നല്ല പൈസ വാങ്ങിയിട്ട് അവന്മാർ ഇറങ്ങി തിരിച്ച പൈസ വാങ്ങി പോലും. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്താണ് എന്റെ ഭാഗത്തുനിന്ന് ഒരു സഹനം അച്ഛൻ പ്രതീക്ഷിക്കണ്ട. ഞാൻ അനന്തപുരിയിൽ നിന്ന് എന്റെ കൊണ്ട തരുമെന്നോ അല്ലെങ്കിൽ എന്റെ സ്വർണം തരുമെന്ന് ഓർത്ത് അച്ഛൻ ഇരിക്കണ്ടെന്ന് പറയണ. അല്ല മോളെ നീ ഇങ്ങനെ പറയരുത്. നിനക്ക് വേണ്ട നീ കടങ്ങളൊക്കെ മേടിച്ചു വെച്ചേ അത് നിനക്കെന്താ ഓർമ്മയില്ലേ നിൽക്കും. എനിക്ക് വേണ്ടിയിട്ടോ
പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഓരോന്നൊക്കെ ദൂർത്തടിക്കും, ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോഴേക്ക് രേവതി പറഞ്ഞു, ദേ ഇനിയിപ്പോ അച്ഛനും മകളും തമ്മിലൊരു പ്രശ്നം വേണ്ട, രണ്ടും കണക്കാന്ന് പറയാണ്. ദേ ഇനിയിപ്പോ അതിനെക്കുറിച്ച് തമ്മിലടിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് മകളെ അനന്തപുരിയിലേക്ക് എങ്ങനെയും വിടാൻ പറ്റുമോ നോക്ക്. അനന്തപുരി മകള് കയറിയാലേ നമുക്ക് ഇവിടെ പിടിച്ചുവെപ്പുണ്ടാവുള്ളൂ. നമുക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ മിക്കവാറും അനന്തപുരിക്കാരുടെ മുന്നിൽ മാത്രമല്ല നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റാതാവും. കടക്കാർ വീട്ടിൽ കയറി നിറങ്ങും, വീട് ജപ്തിയാവും, തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ നയനയുടെ അനിയത്തി നന്ദുവും ചേച്ചി എല്ലാരും കൂടെ പൊട്ടിച്ചിരിക്കുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കണോ? അതോ ഇനിയിപ്പോ എന്തേലും തന്ത്രം ഉപയോഗിച്ച് ഇവളെ അങ്ങോട്ട് കയറ്റിവിടാൻ നോക്കുന്നോ? അതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ ഇപ്പൊ ആ നന്ദുവിന്റെ പുറകെ നടക്കണ്ടെന്ന് പറയണം. അനാമി പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയ്ക്ക് അച്ഛനെ കുറിച്ച് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അച്ഛനെ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് അവളുടെ മുന്നിൽ പോയി നാണം കെട്ട് തൊലി ഉരിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്ത് ചെയ്യാനാന്ന് പറ, അച്ഛനാന്ന് പറഞ്ഞ് നടക്കുന്നു. ഒന്നിനും കൊള്ളത്തിലുമ്പോൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. പോയിക്കാൻ വേണു രേവതിയോട് കേട്ടില്ല മാള് പറഞ്ഞിട്ട് പോയത്. പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നേ? അല്ലെങ്കിലും വേണുവേട്ടനും കൂടെ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് രേവതിയും കൂടെ അങ്ങോട്ട് പോവാണ്. വേണുവിന് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വന്നു. ആ സമയം ജലജയും ജാനകിയൊക്കെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അപ്പം വീട്ടിൽ അയ്യപ്പൻ പാട്ടൊക്കെ നടക്കുന്ന സമയത്ത് ആണുങ്ങളെല്ലാം വീട്ടിൽ വരണം. അപ്പൊ അതുകൊണ്ട് പകരം ഹോസ്പിറ്റലിൽ ആരെങ്കിലും പെണ്ണുങ്ങളൊക്കെ നിൽക്കണം. അപ്പൊ അവര് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യമായിട്ടാണ് ദേവയാനിക്ക് അസുഖം വന്നേ പിന്നെ അവർ കാണാനായിട്ട് ചെല്ലുന്നത് തന്നെ. ദേവേനയും ജാനയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. ദേവേനയല്ല, ജലജയും ജാനയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ജാന ചോദിച്ചു, എങ്ങനെയുണ്ട് അടുത്ത്? ഇപ്പൊ കുറവുണ്ട് വന്നിരിക്കുക. കുഴപ്പമില്ല, ഇപ്പൊ കുറവുണ്ട്, എന്നാലും നല്ല ക്ഷീണമുണ്ട് ജാനകി എന്ന് പറയണം. ഇത് കേട്ടും ജലജ പറഞ്ഞു, അവൾമാര് കരുതി കൂട്ടി ചെയ്താ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ കിടപ്പാകുമോ? എന്നാലും ഇത് എന്തൊരു കിടപ്പാ എടുത്തി കിടക്കണേ, കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ജാനകി പറഞ്ഞു, എല്ലാ അവൾമാരുടെ തന്ത്രവാ. എടുത്തിനെ മനഃപൂർവ്വം കിടത്താൻ വേണ്ടി അവൾമാര് വാശി തീർത്താ. എന്തിനാണെന്നറിയോ? ഹണിമൂൺ ട്രിപ്പ് പോകാത്തന്റെ ദേഷ്യം തീർത്താ. അവളെ നയനെ ഹണിമൂൺ ട്രിപ്പ് വിട്ടില്ലല്ലോ, അതിന്റെ വൈരാഗ്യം തീർത്താന്ന് പറയണം. ഇതുകൊണ്ട് ദേവേനെ പറഞ്ഞു, എനിക്കത് മനസ്സിലായി, ഇവിടെ നിന്ന് ഞാനൊന്ന് എഴുന്നേക്കട്ടെ, എഴുന്നേറ്റിട്ട് വേണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. ജലജ പറഞ്ഞു, എന്ത് ചെയ്യാനാ? വീട്ടിലുള്ള ആണുങ്ങളെല്ലാം അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലേ. പോരാത്തന് അവരങ്ങനെ ചെയ്തെന്ന് ആരും വിശ്വസിക്കുന്ന പോലുമില്ല. എല്ലാരും പറയുന്നത് ആരാന്നറിയാവോ? ഞാനും എന്റെ മോനായിരിക്കുമെന്ന്. ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന്? ഇന്ന് വരെ ഏട്ടത്തേക്ക് ഇങ്ങനെ ഒരു പണി ഞങ്ങൾ ആരും തന്നിട്ടുണ്ടോ? അവളുമാരെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇന്ന് വരെ ഏട്ടത്തിക്കോ എതിരായിട്ട് ഞാനൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. എന്നിട്ട് ദേവേനി പറഞ്ഞു, നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാൻ ജലജയെന്ന് പറയണം. ജാനകി പറഞ്ഞു, അത് മാത്രല്ല നവ്യ പറയുന്നത് എന്താണെന്നറിയോ? എന്റെ മരുമോളാന്ന് അനാമികമോൾ അങ്ങനെ ചെയ്തെന്ന്. അനാമികമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയണം. പാവം അനാമികമോള്, അവള് ബ്ലഡ് തരാമെന്നും പറഞ്ഞ് വന്നാ. പിന്നെ അവൾക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തരാൻ പറ്റിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, മറ്റവളുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് എന്നുള്ള പറഞ്ഞ കേട്ടെ നയനയുടെ, എന്നിട്ട് അവള് ബ്ലഡ് തന്നില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു, അവള് ബ്ലഡ് തന്നുവാ. ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, അവള് തരത്തൊന്നുമില്ല, ഇനി അവൾക്ക് തരാൻ പറ്റുമെങ്കിലും അവള് തരത്തില്ല. കാരണം അത്രയ്ക്ക് വൃത്തികെട്ട മനസ്സാ അവളുടെ. ഏട്ടത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ അവള് ശ്രമിച്ചേ, പിന്നെ എങ്ങനെ ഏട്ടത്തേക്ക് അവളെ ബ്ലഡ് തരും? ഇതേ വന്ന് കാണാനെങ്ങാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കേറ്റു പോലും ചെയ്തേക്കില്ലെന്ന് പറയണം. ഞാനത് ജയേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവളുടെ മുഖം പോലും കാണണ്ടാന്ന്. അവളുടെ മുഖം പോലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ, ഞാൻ അത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞ് ഇവിടെ കിടന്നോണ്ട് അറിയാവോ? ജാനകി പറഞ്ഞു, എല്ലാരും കൂടെ കൂടിയിട്ട് അനാമികമോളെ അവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള പരിപാടി ഏട്ടത്തി വന്നേ മതിയാവുള്ളൂ പറയണം. ഞാനൊക്കെ പറഞ്ഞ ആര് കേൾക്കാനാ? ഈ പറയുന്ന അജയേട്ടനാളും ജയേട്ടനാളും എല്ലാം അവളുടെ പക്ഷത്താ നിൽക്കണേന്ന് പറയാണ്. ദേവേനി പറഞ്ഞു, അതിനൊക്കെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാം. അനാമികോള് പാവം ഇന്നലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോഴും നന്ദു അനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞോണ്ടാ വന്നേ. അവൾ തമ്മിൽ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണെങ്കിൽ അനിയോട് പറഞ്ഞു അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. പക്ഷെ അനി പോകാൻ കൂട്ടാക്കുന്നില്ല. അച്ഛനാണെങ്കിൽ ഇവിടെ സമ്മതിക്കുന്നുമില്ല. അവൾ സ്വന്തം ഇഷ്ടാഭിപ്രായം പോയതല്ലേന്ന് ചോദിച്ചോണ്ട് എങ്ങനെ പോകാതിരിക്കും? അതുപോലത്തെ കുത്തുവാക്കളൊക്കെ അല്ലേ വീട്ടിൽ കേട്ടെ, അതുകൊണ്ട് മോള് സഹിയിട്ട് ഇറങ്ങിപ്പോയതാ എടുത്തി. അതുകൊണ്ട് ഇനിയിപ്പോൾ അവൾ തിരികെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ദേവേന് വിളിയേ, അതൊന്നും പാടില്ല, ഞാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വന്നോളാം. അതോർത്തിപ്പോ ജാനകി നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാണ്. ജലജ പറഞ്ഞു, അവൾമാര് എന്നാ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നോ അന്നൊരു സമാധാനം കിട്ടത്തുള്ളൂ. ഇപ്പൊ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന എന്താ അറിയോ? നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാണ്ട് ഞാൻ എന്തോ ചെയ്തെന്ന്. ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? ഏടത്തി പോയാൽ പാലെടുത്ത് കുടിച്ചു. ഏടത്തിക്ക് മനഃപൂർവ്വം അത് കലക്കി തന്നത് തന്നെയാ. പിന്നെ എന്നിട്ട് കുറ്റം നമ്മുടെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുക. അവൾ അതിന് തക്കം പാർത്തിരിക്കുവായിരുന്നു ഏടത്തി എന്നൊക്കെ പറയാം. ദേവേനി പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. ഈ സമയം നയനെ ആദർശം കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നവ്യ ഓടിച്ചെല്ലുവാണ്. നവ്യ ഓടിച്ചെന്ന് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട്?
വല്യമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. കുഴപ്പമില്ല, ഇപ്പൊ ഏതായാലും സുഖമായിട്ട് വരുന്നുണ്ടെന്ന് പറയണം. ഈ സമയം നബി പറഞ്ഞു, ദേ അനാമിക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവൾ ഇവിടെ വന്ന് ചിഹ്നം വിളിച്ചിട്ടാ പോയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നയന് പറഞ്ഞു, ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാലോ, നന്ദു അനിയും തമ്മിൽ സംസാരിക്കുന്ന കണ്ടു. അതിന്റെ പേര് കുറച്ച് ഭൂകമ്പമൊക്കെ ഉണ്ടാക്കിയിട്ടാ പോയെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം നവ്യ പറഞ്ഞു, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അവൾക്കാണെങ്കിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. എനിക്ക് തോന്നുന്നു അവള് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മിക്കവാറും വെല്ലുമിക്ക് ഇങ്ങനെ ഉണ്ടാകാൻ പ്രധാന കാരണം അവളായിരിക്കും. എത്ര മൂടി വെച്ചെന്ന് പറഞ്ഞാൽ സത്യം ഒരു ദിവസം പുറത്ത് വരുമെന്ന് പറയണം. നയന് പറഞ്ഞു, അത് ശരിയാ. ആദർശേനും അവരെല്ലാം മലയ്ക്ക് പറഞ്ഞിട്ട് മാലയിട്ടിരിക്കുമല്ലേ, ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഒരു കാരണവശാലും അവർ ദൈവം വെറുതെ വിടാൻ പോകുന്നില്ല. അയ്യപ്പസ്വാമി അവർക്കിട്ടുള്ള പണി കൊടുക്കുമെന്ന് നയന നവിയോട് പറയാം. പിന്നീട് നവിയോട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല കഠിന വ്രതം ചെയ്ത് തന്നെ എടുക്കാം. ഇതാരാ ഇതൊക്കെ ചെയ്തെങ്കിൽ അവരുടെ ആ ഇതൊക്കെ പുറത്തു വരണം, കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരണം, നമുക്കും പ്രാർത്ഥിക്കാന്ന് പറയാണ്. ഒരു പക്ഷേങ്കിൽ ഇത് അബിയോ അല്ലെങ്കിൽ അബിയുടെ അമ്മയാണ് ചെയ്തതെന്നും എനിക്ക് സംശയമുണ്ട് നയനെ. കാരണം ഒരു ദിവസം മാത്രം എന്നോട് അബി സ്നേഹം കാണിച്ച്, പിന്നീട് എന്നെ കാണുന്ന പോലെ അവന് ദേഷ്യമാണ്. എൻ്റെ വയറ്റിൽ വരുന്ന കുഞ്ഞു പോയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നെങ്കിൽ അവന് ഇതിനകത്ത് പങ്കുണ്ട്, അല്ലെങ്കിൽ അവൻ അറിയായിരുന്നു ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ഉള്ളത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ എന്നോട് സ്നേഹം കാണിച്ചതെന്ന് പറയാം. ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, നമുക്ക് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാന്ന് പറയാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ലെന്ന് പറയാണ്. പിന്നീട് ആദർശിക്കാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവരും വന്നു. കുടുത്താലപ്പന്തലിന്റെ കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പം നയനയാണ് എല്ലാത്തിനും മുൻപിട്ട് നടക്കുന്നുണ്ട്. മുത്തച്ഛൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അത് മോളെ, നീ അധികം ഓടിച്ചാടി നടക്കണ്ട, നിനക്ക് തലകറക്കം എന്നൊക്കെ അല്ലേ പറഞ്ഞ, നീ എവിടെയല്ലോ ഒന്ന് ഇരുന്നാ മതി എന്ന് പറയാം. ഇത് ഏട്ടൻ നയന പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ എന്ന് പറയണ. കുഴപ്പമൊന്നുമില്ലെന്ന് നീ പറയും. ഇപ്പൊ ഇതേ ജയനൊക്കെ വന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് വല്ലായികയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയും പറഞ്ഞു, നേരാവണ്ണം ശരിക്കും ഫുഡും കഴിക്കുന്നില്ല, ഈ ഓട്ടോ അരച്ചിലൊക്കെ അല്ലേ, ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ എല്ലാവരും പറയും എളുപ്പമുള്ള കാര്യമെന്ന്. പക്ഷെ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, രോഗീനേക്കാളും കഷ്ടപ്പാടായിരിക്കും നോക്കാനായിട്ട് നിൽക്കുന്ന ആൾക്ക്. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമെന്ന് മുത്തശ്ശിയും പറയാം. മുത്തശ്ശി പറഞ്ഞു, മോണ്ടി കാര്യം ചെയ്യുക, അങ്ങോട്ട് മാറിയിരുന്നാൽ മാത്രം മതി, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, ഞങ്ങളത് നോക്കിയും കണ്ടും ചെയ്തോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശം വന്നിട്ട് പറഞ്ഞു, അത് മതി നയനെന്ന് പറയാണ്. പിന്നീട് അങ്ങനെ അയ്യപ്പൻ പാട്ടിനുള്ള കളവെല്ലാം ഒരുങ്ങുവാണ്. പിന്നീട് മുത്തശ്ശൻ്റെ അനുഗ്രഹം മേടിക്കുകയാണ് എല്ലാവരും മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അയ്യപ്പൻ പാട്ടിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഈ സമയത്ത് നന്ദു വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. നന്ദുവിനെ കണ്ടതും പെട്ടെന്ന് തന്നെ കനക ഇറങ്ങി വന്നു. ഇതെന്താ നന്ദു, നിന്റെ ദേഹത്തൊക്കെ ചെളി എന്താന്ന് ചോദിക്കണേ? ഒന്നുമില്ലമ്മേ. അല്ല എന്തോ ഉണ്ട്, നീ ആരെങ്കിലും ആയിട്ടൊന്ന് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, അത് പിന്നെ ഞാൻ വഴിക്ക് വെച്ചോ 1-2 അവന്മാരുമായിട്ട് ഏറ്റുമുട്ടിന്ന് പറയാം. എന്ത് പറ്റി നിനക്ക്, നീ വീണ്ടും തുടങ്ങിയോന്ന് ചോദിക്കും. അതല്ലമ്മേ, 1-2 ഗുണ്ടകൾ എന്നെ തല്ലാനായിട്ട് വന്നു, പിന്നെ ഞാൻ വിട്ടു കൊടുക്കുവോ, പിന്നെ ഞാൻ പിന്നെ തല്ല് വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വരണമെന്ന് ചോദിക്കും. അല്ല മോളെ, ആരാന്ന് വല്ലതും മനസ്സിലായോ? അത് പ്രത്യേകിച്ച് പിന്നെ അറിയേണ്ട കാര്യമുണ്ടോ? അത് അനാമിയുടെ അച്ഛനെ അയച്ച ആ ഗുണ്ടകളാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കന പറഞ്ഞു, എൻ്റെ ഭഗവാൻ ഇത് എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കണേ. അപ്പോഴത്തേനും ഗോവിന്ദനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഗോവിന്ദൻ ചേച്ചി എന്താ നന്ദുന്ന് ചോദിക്കണം. പിന്നീട് നന്ദു അനിയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാര്യങ്ങളും എല്ലാം പറയണം. ഇത് ഗോവിന്ദൻ പറഞ്ഞു, നീ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു, വെറുതെ ഒരു പ്രശ്നം ഉണ്ടായാലേന്ന് ചോദിക്കും. കനക പറഞ്ഞു, പോവാതിരുന്നിട്ടോ എന്നും പറഞ്ഞോണ്ട് അനാമിക ഉണ്ടെന്ന് പറഞ്ഞോണ്ട് നന്ദുവിന് അവിടെ പോണ്ടേ? നന്ദു ഇപ്പം പോയെന്ന് ഓർത്തിപ്പോ എന്താ കുഴപ്പമിരിക്കണേ? ഇതേ ഇനി അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് പേടിച്ച് കയറി വീട്ടിൽ ഇരിക്കാൻ പറ്റുന്ന കാര്യമാണോ ഗോവിന്ദേട്ടാ? ഗോവിന്ദേട്ട എന്തായി പറയണേന്ന് ചോദിക്കണം. നന്ദു പറഞ്ഞു, ഇത്രയും നാളും ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഇനി എനിക്കെതിരെ അവൾ എന്തെങ്കിലും നീങ്ങിക്കിട്ടണം, ഞാൻ വെറുതെ പെടുത്തില്ലമ്മേ. കാരണം ഇപ്പൊ തന്നെ എനിക്ക് നല്ല ദേഷ്യമുണ്ട്. അവളാണ് മിക്കവാറും വെല്ലുമേനെ ഇങ്ങനെ അവരുടെ നയനെടുത്തിട്ട് വെല്ലുമേനെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും അവളെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ലെന്ന് പറയാം. കയ്യിൽ കിട്ടും എൻ്റെ. അപ്പം ഞാൻ കാണിച്ചു കൊടുക്കുന്ന നടക്കുമ്പോൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം കനക ഗോവിന്ദനോട് പറഞ്ഞു, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം. നന്ദുവിന് കൈ ഇളകിയിട്ടുണ്ട് അറിയാലോ. അവള് ഒന്നിനും വിട്ടുകൊടുക്കത്തില്ലാത്ത സ്വഭാവ, വെട്ടൊന്നും മുറിരണ്ടെന്നുള്ളൊരു സ്വഭാവ, പിടിച്ചാൽ കിട്ടത്തില്ലാത്ത. ഇനി മിക്കവാറും കണ്ടോ അനാമിയുടെ കഷ്ടകാലം എന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ വേണ്ടാത്ത പുല്ലാപ്പിലും ചെന്ന് ചാടണമെന്ന് അവളോട് പറയണം. നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇതേ എന്തെങ്കിലും ഒരു കാരണം കിട്ടാണ്ട് നോക്കിയിരിക്കുക നയനയുടെ നവ്യയുടെ മുഖത്ത് കയറാനായിട്ട് അവിടെ ഉള്ളവര്, ആ പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട്. അതുകൊണ്ട് നമ്മളായിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട. നന്ദുവിനോട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി എന്ന് പറയണം. നന്ദു ചെന്നാലേ കുഴപ്പമുള്ളൂ, അനിയെ കണ്ടാലേ പ്രശ്നമുള്ളൂ എന്ന് പറയാണ്. കനക പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ കയറി ഇരിക്കാൻ പറ്റുമോ? എത്രയെന്ന് വെച്ചാൽ നമ്മൾ ക്ഷമിച്ചും കൊണ്ട് പോകുന്നേ. ഇത്രയും കാലം നമ്മളൊന്നും പറയാൻ പോയിട്ടല്ലോ. പക്ഷേങ്കിൽ ഇതിന് ഇനി നയനമോളുടെ മേത്തോ നവ്യമോളുടെ മേത്തോ എന്തെങ്കിലും കുറ്റം ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല ഗോവിന്ദേട്ടാ. ഞാൻ പോയി ചോദിക്കേണ്ട കാര്യമാണ്, ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.